2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷം ഇസ്രായേലിന്റെ സദേൺ ബോർഡർ വളരെ യുദ്ധഭരിതമായിട്ടുള്ള, വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനുശേഷം ഈ കഴിഞ്ഞ കുറെ മാസങ്ങളായി ഇസ്രായേലിന്റെ നോർത്തേൺ ബോർഡർ അതിരൂക്ഷമായിട്ടുള്ള ഒരു സംഘർഷങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ലെബനോൻ എന്ന രാജ്യത്ത് നിന്നും ഹിസ്ബുള്ള ഭീകരർ ഇസ്രായേലിന് നേർക്ക് നടത്തുന്ന ഒരു ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആ മേഖല വളരെയധികം ഒരു സംഘർഷഭരിതമായ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നാം വായിക്കുകയുണ്ടായി, ഇസ്രായേൽ ഈ അടുത്ത കാലത്ത് ലോകം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഹിസ്ബുള്ളയ്ക്ക് നേരെ നടത്തുന്നു. പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു, ഹിസ്ബുള്ള ഭീകരരുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾ പൊട്ടിത്തെറിക്കുന്നു, സോളാർ പാനലുകൾ പൊട്ടിത്തെറിക്കുന്നു. വളരെ ഒരു നൂതനമായിട്ടുള്ള യുദ്ധ തന്ത്രമാണ് ഇസ്രായേൽ ഹിസ്ബുള്ള ഭീകരർക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ അവരുടെ സീനിയർ ആയിട്ടുള്ള ഒട്ടനവധി കമാൻഡർമാരെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇസ്രായേൽ വധിക്കുകയുണ്ടായി. ഇന്ന് നിലപാട് ഈ ഒരു എപ്പിസോഡ് ചർച്ച ചെയ്യുന്നത് ഈ ഹിസ്ബുള്ള ഭീകര സംഘടന, അതിന്റെ യഥാർത്ഥ ഒരു ലക്ഷ്യം എന്താണ്, അതിന്റെ സ്ഥാപനത്തിന് പിന്നിലെ ലോകം അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹം, കേരളത്തിലെ ക്രൈസ്തവർ അറിഞ്ഞിരിക്കേണ്ട ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. അതിലേക്ക് വെളിച്ചം വീശുകയാണ് നിലപാട് എന്ന ഈ ഒരു പ്രോഗ്രാമിലെ ഇന്നത്തെ എപ്പിസോഡ്. എൻ്റെ പേര് ജോർജി, എന്നോടൊപ്പം ഉള്ളത് റോബിൻ ജോജി. റോബിൻ ജോജി, ആദ്യമേ തന്നെ നമ്മുടെ ഈ ഒരു ഡിസ്കഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലെബനോൻ എന്നൊരു രാജ്യത്തിന്റെ ഒരു ചരിത്ര പശ്ചാത്തലം വളരെ ബ്രീഫായിട്ടൊന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്രൈസ്തവ പാരമ്പര്യത്തിന്റെ, ക്രൈസ്തവ പൈതൃകത്തിന്റെ ഒരു പിള്ളത്തൊട്ടിൽ തന്നെയായിരുന്നു ഈ ലെബനോൻ എന്ന് പറയുന്ന ഒരു രാജ്യം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അറബ് ഭൂരിപക്ഷ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ പൊളിറ്റിക്കലി വളരെയധികം ഒരു സ്വാധീന ശക്തിയുള്ള രാജ്യമായിരുന്നു ലെബനോൻ. ഒരു കണക്ക് എനിക്ക് ഒന്ന് അവതരിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു. ഈ ലെബനോനിൽ അവസാനമായിട്ട് ഒഫീഷ്യലായിട്ട് ഒരു സെൻസസ് നടന്നത് 1932 അന്നത്തെ കണക്കനുസരിച്ച് ക്രൈസ്തവർ വളരെയധികം ഒരു ഭൂരിപക്ഷമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. പിന്നീട് 2010 ചില പ്രൈവറ്റ് ഏജൻസീസ് ഒക്കെ നടത്തിയ ഒരു സർവേ പ്രകാരം അതിൽ ക്രൈസ്തവ ജനസംഖ്യ 44%, മുസ്ലിം ജനസംഖ്യ 48% എന്ന തരത്തിലേക്ക് മാറുന്നു. പിന്നീട് നമുക്കറിയാം സിറിയയിൽ നടക്കുന്ന ആഭ്യന്തര കലാപം, ഒരു 10 വർഷത്തോളം തുടർന്ന ആഭ്യന്തര കലാപം, അതിനുശേഷം നടന്ന ഒരു അഭയാർത്ഥി പ്രവാഹമൊക്കെ നമുക്കറിയാം. ഈ വർഷം നടത്തിയ ഒരു കണക്കെടുപ്പ് പ്രകാരം അതിനകത്ത് പറയുന്നത് ക്രൈസ്തവർ ഏകദേശം 32% താന്നിരിക്കുന്നു. മുസ്ലിം ജനസംഖ്യ 64% അവർ അവരുടെ ജനസംഖ്യ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ക്രൈസ്തവർ എങ്ങനെ, ഒരു കാലത്ത് ക്രൈസ്തവരുടെ ഒരു പ്രൗഢഗംഭീരമായ പാരമ്പര്യമുള്ള മണ്ണായിരുന്ന ലെബനോനിൽ ക്രൈസ്തവർ എങ്ങനെ അവരുടെ ശക്തി ക്ഷയിച്ചു, അത് പൊളിറ്റിക്കലി ആയിക്കോട്ടെ, സാമ്പത്തികപരമായിക്കോട്ടെ, അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിലായിക്കോട്ടെ, ആ ഒരു വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. അടുത്തൊരു പോയിന്റ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, നമുക്കറിയാം ഈ കേരളത്തിൽ ഈ അടുത്ത നാളുകളിലായിട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ രാഷ്ട്രീയ ഇസ്ലാം എന്നതിനെ പറ്റി വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. പി ജയരാജന്റെ പുസ്തകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണ് എന്നതിനെ പറ്റിയുള്ള വളരെ ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പൊതുസമൂഹത്തിനുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ് ഈ ലെബനോൻ, പ്രത്യേകിച്ച് ഈ ഹിസ്ബുള്ള. ഞാനത് പറയാൻ കാരണം, ഈ ഹിസ്ബുള്ള എന്നൊരു സംഘടനയുടെ ഒരു ജനനം ഏതൊരു തീവ്രവാദ സംഘടനയും പോലെ ഒരു തീവ്രവാദ സംഘടന ജന്മം കൊള്ളുന്നത് ഒരു പൊളിറ്റിക്കൽ അരക്ഷിതാവസ്ഥയുടെ നടുവിൽ നിന്നായിരിക്കും. ഈ ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടന ജന്മം കൊള്ളുന്നത് നമുക്കറിയാം ഈ ലെബനോനിൽ നടന്ന ആഭ്യന്തര കലാപം, 1975 മുതൽ 90 വരെ നീണ്ടിരുന്ന ആഭ്യന്തര കലാപം. പിന്നീട് അതിനുശേഷം ഒരു തീവ്രവാദ സംഘടന അവർ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നത് ഒരു കോമൺ എനിമിയെ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ അവർ ശ്രമിക്കും. ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഒരു ഷിയ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന കൊടും ഭീകര സംഘടനയാണ് ഈ പറയുന്ന ഹിസ്ബുള്ള. അവരുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് ഇറാനാണ്. നമുക്കറിയാം ഈ സിറിയയിൽ ആഭ്യന്തര കലാപം നടക്കുന്നു, ഒപ്പം തന്നെ സൈമുൾട്ടേനിയസ് ആയിട്ട് ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നു. 1979 ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക് റവല്യൂഷൻ നടക്കുന്നു. അപ്പോൾ എല്ലാ ഫാക്ടേഴ്സും ഈ പറയുന്ന ഹിസ്ബുള്ള എന്ന തീവ്രവാദ സംഘടനയുടെ ഒരു ജന്മത്തിന് അല്ലെങ്കിൽ അവരുടെ ഒരു വളർച്ചയ്ക്ക് ഒരു അനുകൂല ഘടകമായിട്ട് അവിടെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി കോമൺ ആയിട്ടൊരു എനിമിയെ ഈ ഹിസ്ബുള്ള ഉയർത്തി കാണിച്ചത് ഇസ്രായേൽ അല്ലെങ്കിൽ ഈ പറയുന്ന വെസ്റ്റ് അധിനിവേശം, അത് ജനങ്ങൾക്ക് മുമ്പിൽ ഉയർത്തി കാണിക്കുന്നു. പിന്നീട് നമുക്കറിയാം ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പലപ്പോഴും കാണുന്ന പോലെ ഈ ഇസ്ലാമിക് സ്റ്റേറ്റ് ഒക്കെ പറയുമ്പോൾ വലിയ ഈ തോക്കും കത്തിയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു ഭീകര സംഘടന മാത്രമല്ല ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അവർക്കൊരു പൊളിറ്റിക്കൽ മുഖമുണ്ട്, അവർക്കൊരു മിലിറ്ററി മുഖമുണ്ട്, ഒപ്പം തന്നെ എടുത്തു പറയേണ്ട അവർക്കൊരു സാമൂഹ്യ സേവന
മുഖം കൂടിയുണ്ട്. ഒരു മൾട്ടി ഫേസ്ഡ് ആയിട്ടുള്ള ഒരു മുഖമാണ് ഇവർ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് ഞങ്ങൾ അധിനിവേശ ശക്തികൾക്കെതിരെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നൊരു ഇമേജാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇവർ ഉയർത്തി കാണിക്കുന്നത്. ഇത്തരത്തിൽ രൂപം കൊണ്ട ഒരു ഭീകര സംഘടന, നമ്മൾ എടുത്തു പറയേണ്ടത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എങ്ങനെയാണ് ഒരു രാജ്യത്തെ എന്താ പറയുക വിഴുങ്ങുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. 1992 ഇവർ പാർലമെന്റ് ഇലക്ഷനിലേക്ക് മത്സരിക്കുന്നു. ഏകദേശം 8ഓളം അംഗങ്ങളെ അവർക്ക് ലഭിക്കുന്നു. 2005 ആ ഒരു രാജ്യത്തിന്റെ ക്യാബിനറ്റിൽ പോലും അവർക്ക് പ്രവേശനം ലഭിക്കുന്നു. പിന്നീട് പല ഇലക്ഷനുകളിലും നിർണായക സ്വാധീന ശക്തിയായിട്ട് മാറുവാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. അതായത് സ്റ്റേറ്റ് വിത്തിൻ എ സ്റ്റേറ്റ്, അതായത് ഒരു ഗവൺമെന്റിനുള്ള എല്ലാ സംവിധാനവും ഈ ഹിസ്ബുള്ള ഭീകര സംഘടനയ്ക്കുണ്ട്. ലെബനീസ് ആർമിയേക്കാൾ വളരെയധികം ശക്തമാണ് ഹിസ്ബുള്ളയുടെ ഈ മിലിറ്ററി വിങ്, അതായത് ജിഹാദി കൗൺസിൽ എന്നാണ് അതിന് പറയുന്നത്, മിലിറ്ററി വിങ്ങിന് പറയുന്നത്. ഒപ്പം തന്നെ പാരലൽ ആയിട്ടുള്ള ഒരു എക്കണോമി സംവിധാനം, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഘട്ടത്തിൽ പറയാം. ഒപ്പം തന്നെ ഒരു ഗവൺമെന്റ് ഒരു ജനത്തിന് ചെയ്യുന്ന എല്ലാ സേവനങ്ങളും ഹിസ്ബുള്ളയും പാരലായിട്ട് ഈ അവിടെ പറയുന്ന ജനങ്ങൾക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തീവ്രവാദ സംഘടന, ഒരു അരക്ഷിതാവസ്ഥ മുതലെടുത്തൊരു തീവ്രവാദ സംഘടന ജന്മം കൊള്ളുന്നു, ജനങ്ങളെ കയ്യിലെടുക്കുന്നു, ആ ഒരു രാജ്യത്തിന്റെ പൊളിറ്റിക്കൽ സ്ഫിയറിൽ അവർ ഇടപെടുന്നു, ആ രാജ്യത്തിന്റെ സാമൂഹ്യപരമായിട്ടുള്ള സേവന മേഖലകളിൽ ആ സംഘടന ഇടപെടുന്നു, ഒരു രാജ്യത്തെ മുഴുവൻ അപ്പാടെ വിഴുങ്ങുന്നു, ആ രാജ്യത്തിലെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അവർക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ട അവർ നടപ്പിലാക്കുന്ന ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ജോജി, ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. പലർക്കും അത് എന്താണ് പറയുന്നത്, ചിലർക്ക് ചില കപട മതേതരവാദികളെ സംബന്ധിച്ചിടത്തോളം അതൊരു കുഴപ്പമില്ല, അത് വലിയ വെല്ലുവിളി ഇല്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ ഒരു ആവിർഭാവം, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച അവരുടെ ചില പ്രവർത്തന ശൈലികൾ, അവരെങ്ങനെ ഒരു രാജ്യത്ത് ഇടപെട്ടു, അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഈ ലെബനോണിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ ഉയർത്തുന്ന ഭീഷണി ഒരു തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഗൂഢ അജണ്ടയിലേക്കല്ലേ, ലോകം മുഴുവൻ വിഴുങ്ങുവാൻ, പ്രത്യേകിച്ച് ക്രൈസ്തവരായിട്ടുള്ള ജനങ്ങളെ അടിച്ചമർത്തുവാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു ഗൂഢ അജണ്ടയിലേക്കല്ലേ ഇവരിൽ ചൂണ്ടുന്നത്? ഇവിടെ ജോർജ് പറഞ്ഞ പോലെ തന്നെ ഈ ലെബനൻ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത് വെസ്റ്റ് ഏഷ്യയിലെ അല്ലെങ്കിൽ പൂർവ്വ ഏഷ്യയിലെ ഒരു പാരീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അത്രമാത്രം സുന്ദരമായ രാജ്യം, ഡെവലപ്ഡായ കൺട്രി. ഇനി അത് അറബ് പ്രദേശങ്ങളിലാണെങ്കിൽ പോലും അവരുടെ കൾച്ചർ പൂർണ്ണമായിട്ട് ഈ അറബിക്കല്ല, അവർക്ക് വെസ്റ്റേൺ കൾച്ചർ, പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ അടിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിലുള്ള വളരെ നല്ല വെസ്റ്റേൺ കൾച്ചർ, നല്ല എഡ്യൂക്കേഷൻ, ക്രിസ്ത്യാനിറ്റി മനസ്സിലാക്കണം. അതായത് ക്രിസ്ത്യൻ മജോറിറ്റി ഉണ്ടായിരുന്ന ഒരു രാജ്യത്തെ വളരെ നിസ്സാരമായി എങ്ങനെ അവിടുത്തെ ഡെമോഗ്രഫി മാറ്റിമറിക്കാം എന്നതിനൊരു ഉത്തമ ഉദാഹരണമാണ് ലെബനൻ. നമുക്കറിയാം, ഈ പാലസ്തീനിലെ ആ അഭയാർത്ഥികളുടെ ഒരു വലിയ കുത്തൊഴുക്ക്, വളരെ എന്നാ പറയുക, നല്ല മനസ്സുള്ള ഈ ലെബനീസ് ജനത അവരെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അത് മെല്ലെ മെല്ലെ അവിടെ ഒരു മുസ്ലിം മജോറിറ്റിക്ക് കാരണമായി മാറുകയാണ് ചെയ്തത്. പിന്നെ 1982 ഹിസ്ബുള്ളയുടെ ഒരു എന്നാ പറയുക ഈ ഉത്ഭവം എന്ന് പറയുന്നത്. അവരുടെ ഒരു ആക്ടിവേഷൻ നടന്നത് ഒരു 85-ലാണെങ്കിലും അതെ, അവരുടെ ഒരു 82 മുതൽ അവരുടെ പ്രവർത്തനം അവർ വളരെ കൃത്യമായി സ്ട്രാറ്റജിക്കലി സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ നമ്മൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഓരോരോ ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ അവരുടെ ഓരോരോ ഈ സ്ട്രാറ്റജികൾ പരിശോധിക്കുമ്പോൾ ഹിസ്ബുള്ളയെ നമ്മൾ വിശദമായി പഠിക്കേണ്ടത് വളരെ ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ഒരു സംഘടന പോലെ രൂപം കൊള്ളുന്നു, കുറച്ച് സോഷ്യൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, കുറച്ച് മനസ്സിലാക്കണം, മറ്റുള്ള മനുഷ്യരെ സേവിക്കുന്നു, കുറച്ച് സമുദായങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. അതിനുശേഷം മെല്ലെ മെല്ലെ അവര് ഒരു മിലിറ്ററി പവർ അവരങ്ങോട്ട് ഫോം ചെയ്യും. അതിനുശേഷം നാഷന് വേണ്ടി മനസ്സിലാക്കണം, നാഷണൽ ഇൻട്രസ്റ്റിന് വേണ്ടി 82 മുതൽ അവർ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുന്നു. അവരുടെ പ്രൈം മോട്ടോ എന്ന് പറയുന്നത് ഇസ്രായേൽ അല്ലെ ക്രിസ്ത്യൻ ഫോഴ്സുകളെ അവിടെ അമർച്ചുക എന്നുള്ളതാണ്, മനസ്സിലാക്കണം. അപ്പോഴത്തേനും അവിടെ ഈ ലെബനിൽ ഒരു ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ ഈ മുസ്ലിംസും ക്രിസ്ത്യൻസും തമ്മിൽ ഒരു ഭയങ്കര ആഭ്യന്തര ഒരു യുദ്ധമുണ്ടായി. കാരണം പലതുണ്ട് ശരിക്കും മനസ്സിലാക്കണം. ഈ സഹൃദയരായ അവിടുത്തെ ക്രിസ്ത്യൻസ് ഈ മുസ്ലിംസ് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവരുടെ സ്വഭാവം മാറുകയാണ്. അവർക്ക് അവരുടെ പല ഡിമാൻഡ്സ്, ജോർജ് മനസ്സിലാക്കണം, അത് തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. നല്ല ഹൃദയമുള്ള ക്രിസ്ത്യാനികൾ ഈ പറഞ്ഞ ഈ അഭയാർത്ഥികളെ സ്വീകരിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഒരു കുറച്ച് ഡെമോഗ്രഫി ഒരു 2-3% കൂടി കഴിഞ്ഞാൽ ഉടനെ അവരുടെ സ്വഭാവം മാറുകയാണ്. പിന്നെ അവർക്ക് പല പല ഡിമാൻഡ്സ് ആണ്. പിന്നെ ആ ഡിമാൻഡ്സ് എൻഡ് ചെയ്യുന്നത് ശരിയായ ലോയിലാണ്. സമാന്തരമായ അന്തരീക്ഷം ഉണ്ടായപ്പോൾ അവിടെ ലെബനിൽ ഒരു വലിയ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. അപ്പം ഇസ്രായേലിനും ആ ഒരു പ്രശ്നം ബാധിക്കുന്ന കാരണം അവർ അതിന് ഇടപെടുന്നു, മനസ്സിലാക്കണം. അപ്പം PLOയുടെ പ്രവർത്തനങ്ങളൊക്കെ അങ്ങോട്ട് ലെബനിലേക്ക് വരുന്നു. അപ്പം PLOയെ അവിടുന്ന് ഓടിക്കേണ്ടത് ഇസ്രായേലിന്റെ ഒരു വളരെ ആവശ്യമായിരുന്നു. അവർ അതിനുവേണ്ടി ആ ഫൈറ്റിൽ അങ്ങോട്ട് ശക്തമായി അവരതിനകത്ത് ഉൾപ്പെട്ടു. അവിടെയാണ് ഹിസ്ബുള്ളയുടെ വിജയം ഉണ്ടാകുന്നത്. ഹിസ്ബുള്ള ആ നാഷന് വേണ്ടി തങ്ങളാണ് ആ നാഷന്റെ പോരാളികൾ എന്ന പേരിൽ പോരാട്ടം ആരംഭിക്കുന്നു. ശക്തമായ പോരാട്ടം. ഇസ്രായേൽ മാറി, പക്ഷെ അവരുടെ പോരാട്ടം മാറിയില്ല. അവർ വീണ്ടും അടുത്ത ഒരു ലക്ഷ്യം പറഞ്ഞാൽ അറിയോ, ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഫോം ചെയ്യുക, മനസ്സിലാക്കണം.
മനസ്സിലാക്കണം. ഇവിടെ ജോർജ് പറഞ്ഞ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു വലിയ അജണ്ട അതാണ്. അതൊരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ രാജ്യത്തെ മെല്ലെ മെല്ലെ ഒരു സംഘടന ഫോം ചെയ്ത് പിടിച്ചെടുത്തതിന് ശേഷം ഒരു പൂർണ്ണ ഇസ്ലാമിക് സ്റ്റേറ്റായി രൂപപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക്, ആ ഒരു രീതിയിലേക്ക് ആ രാജ്യത്തെ ജനത്തെ മൊത്തം മാറ്റിമറിച്ചു. മനസ്സിലാക്കണം, വലിയധികം കലഹമോ പ്രശ്നമോ ഒന്നും ഉണ്ടായിരുന്ന ആ ദേശത്ത് ക്രിസ്ത്യൻസും മെല്ലെ മെല്ലെ അവിടുന്ന് ആ ഒരു ദേശം വിട്ടുപോയി, അല്ലെങ്കിൽ അവർ വളരെ നശീകരിക്കപ്പെട്ടു. അങ്ങനെ അവരുടെ പോപ്പുലേഷൻ വളരെ വളരെ കുറഞ്ഞു. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരു 30% താഴെ മറ്റുള്ളൂ അവിടെ ജനം. മനസ്സിലാക്കണം, ഈ ശരിക്കുള്ള സെൻസ് അവിടെ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്ന് പറയാതെ. 32%. യെസ്, അതെ, അത്ര മാത്രമേ ഉള്ളൂ അവിടെ. അപ്പോൾ അതുപോലെ തന്നെ മനസ്സിലാക്കണം, അവിടുത്തെ ഒരു ഭരണ സ്ഥിരാകേന്ദ്രങ്ങളെല്ലാം മുസ്ലിംസിനാണ് വലിയ പ്രയോറിറ്റി ഉള്ളത്. അതങ്ങനെ ആയിരിക്കും, അവിടെ ലോ തന്നെ അങ്ങനെയാണ്. ആ രീതിയിലേക്ക് അതിന്റെ രാജ്യത്തെ മൊത്തം മാറ്റിമറിച്ചു. ഇനി ഇവിടെ ജോർജ് പറഞ്ഞതുപോലെ ഒരു പാരലൽ ഗവൺമെന്റ്, ഒരു പാരലൽ എക്കോണമി, ഒരു പാരലൽ ബാങ്കിങ് സിസ്റ്റം, ഇതെല്ലാം അവിടെ ഹിസ്ബുള്ളക്കുണ്ട്. ഹിസ്ബുള്ള അവിടെ അവർക്ക് ബാങ്കിങ് സിസ്റ്റം വരെ ഉണ്ട് അവിടെ. അവരുടെ മിലിറ്ററി, അതെ അതെ. അതുപോലെ മറ്റുള്ള ചെറിയ ഭീകര സംഘടനയെ പോലെയല്ല, ഈ ഹമാസിനെ പോലൊന്നുമല്ല. അവിടെ സ്ട്രോങ് ആയ ഒരു മിലിറ്ററി പവർ ഉണ്ട് അവർക്ക് ശരിക്കും. നല്ല ഒത്തിരി എല്ലാ സ്ട്രാറ്റജി ഉണ്ട് അവർക്ക്. അവരെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് 1000-ലേറെ മിസൈലുകൾ അവരുടെ കൈവശം ഉണ്ടെന്ന് പറയുന്നത്. അതുപോലെ ഇസ്രായേലിനെ ആക്രമിക്കത്തക്ക രീതിയിലുള്ള എല്ലാ വിധത്തിലുള്ള സ്ട്രാറ്റജിക് വെപ്പൺസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അവർക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. ഇതിനെല്ലാം പുറമെ ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ വലിയ പൂർണ്ണ സംഘടന. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അറിയാമോ, പലപ്പോഴും ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ള ഇത്തരം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യുന്ന സംഘടനകളെ സർക്കാർ വളരെ ജാഗ്രതയോടെ കാണാനുള്ള കാരണം ഇതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിലും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. ചില സംഘടനകൾ പാരലായിട്ടുള്ള ഈ ബൂത്തുകൾ, അതുപോലെ അവരുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള സെറ്റപ്പുകൾ ഇങ്ങനെയൊക്കെ ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ ഒത്തിരി വളർന്നു വരുന്നതിനൊപ്പം തന്നെ അവരെയൊക്കെ തടഞ്ഞു. അത് മറ്റൊരവസ്ഥ. അപ്പം ശരിക്കും മനസ്സിലാക്കണം, ഒരു സമാധാനപരമായ രാഷ്ട്രത്തെ അല്ലെങ്കിൽ മതസൗഹാർദ്ദം വെച്ച് പുലർത്തുന്ന ശാന്തരായ ഒരു അവസ്ഥയുള്ള ഒരു രാഷ്ട്രത്തെ വെട്ടം തകർത്തുകളെ ഈ രീതിയിലുള്ള പൊളിറ്റിക്കൽ ഇസ്ലാം സംഘടനകൾക്ക് സാധിക്കും. അവിടെയാണ് നമ്മൾ ഹിസ്ബുള്ളയെ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് കറക്റ്റാണ്. റോബിൻ, എൻ്റെ അടുത്ത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ ഒരു അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൈസ്തവരും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും എങ്ങനെ മനോഹരമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്തിരുന്നു എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. കാരണം ഈ ലെബനോൻ ഫോം ചെയ്തിരുന്ന കാലഘട്ടത്തിൽ അവർ തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, അല്ലെ? പ്രസിഡന്റ് ഈ പറയുന്ന മരോനേറ്റ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന്, ഈ പറയുന്ന പ്രധാനമന്ത്രി സുന്നി വിഭാഗത്തിൽ നിന്ന്, സ്പീക്കർ ഷിയ വിഭാഗത്തിൽ നിന്ന്. പിന്നീട് 1971 ഈ PLOയുടെ ഒക്കെ വരവിന് ശേഷമാണ് അവിടെ വലിയൊരു അരക്ഷിതാവസ്ഥ രൂപപ്പെടുന്നത്. പിന്നീട് ഒരു ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്നു. അത് മുതലെടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഹിസ്ബുള്ള ഫോം ചെയ്യുന്നു. ഇറാൻ അവിടെ കളിക്കുന്നു. ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഇറാനിലെ ഭരണകൂടം ഇറാനെ നേരിട്ട് ഭരിക്കുന്നുണ്ട്. അതിനുശേഷം അവർക്ക് ഒരു രാജ്യത്തിന്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് എനിക്ക് തോന്നുന്നു ഈ ലെബനോന്റെ ഒരു കാര്യത്തിലാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ ഇറാന്റെ പ്രഖ്യാപിത ശത്രു തന്നെയാണ് ഈ ഇസ്രായേൽ. അത്തരത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഈ നമ്മുടെ സമകാലിക സാഹചര്യങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ഹിസ്ബുള്ള ഇസ്രായേലിൽ ചെലുത്തുന്ന ഒരു ഭീഷണി അത് എത്രത്തോളം ഒരു ഭീകരമാണ്? ഇസ്രായേലിന് ഹിസ്ബുള്ള ചെലുത്തുന്ന ഭീഷണി എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ ഭീകരമാണ്. ഇന്ന് ഈ ഹിസ്ബുള്ളയെ തീർത്തില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ ഹമാസിനെ തീർത്തില്ലെങ്കിൽ, ആ ഏരിയയിലുള്ള തീവ്രവാദികളെ തീർത്തില്ലെങ്കിൽ, ഇറാനെ ഒതുക്കിയില്ലെങ്കിൽ എന്ന് ഇസ്രായേൽ ഇനി അത് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം യു എനിൽ ഇസ്രായേലിന്റെ അംബാസഡർ പറഞ്ഞൊരു കാര്യം, ഒക്ടോബർ 7 ശേഷം 8,000-ഓളം റോക്കറ്റുകൾ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് അയച്ചു. ഓർക്കുക, ഇത്രയും ഡെവലപ്ഡ് ആയ ഒരു രാജ്യം, അതുപോലെ ഒരുപാട് കമ്പനികളുള്ള രാജ്യം, ഒരുപാട് വ്യവസായം നടക്കുന്ന രാജ്യം, ഇങ്ങനെ ഒരു രാജ്യത്തിന്റെ നേർക്കാണ് ഇതുപോലെ ഈ റോക്കറ്റുകൾ അയച്ച് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യത്തിന്റെ വികസനവും ഈ രാജ്യത്തിന്റെ വളർച്ചയും എല്ലാം ഇതിനോടകം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അവരുടെ ഒരുപാട് എഫേർട്ടുകൾ പോവുകയാണ്. കാരണം ഏകദേശം ഹിസ്ബുള്ള ഇപ്പൊ 8,000-ഓളം റോക്കറ്റുകൾ അയച്ചു എന്ന് പറഞ്ഞു. അവരുടെ കയ്യിൽ ഏകദേശം 1,20,000 മുതൽ 2 ലക്ഷം വരെ റോക്കറ്റുകൾ ഇതേപോലത്തെ ഈ അയച്ച പോലത്തെ റോക്കറ്റുകൾ ഇരിപ്പുണ്ട് എന്നാണ് പറയുന്നത്. പല റേഞ്ചിലുള്ള ഈ അയച്ച പോലത്തെ റോക്കറ്റുകൾ മാത്രം. ഇനി അതിന്റെ ലാർജർ സ്കെയിലിലുള്ള വലിയ റോക്കറ്റുകളും ആയുധങ്ങളും അത് വേറെ. എന്ന് വെച്ചാൽ ഹിസ്ബുള്ളയെ കുറിച്ച് പറയുന്നത് ഗവൺമെന്റ് അല്ലാത്ത ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും അധികം മിലിറ്ററൈസ് ചെയ്യപ്പെട്ടുള്ള, ഏറ്റവും അധികം എക്വിപ്പ് ചെയ്തിട്ടുള്ള, എന്ന് വെച്ചാൽ സൈനികമായിട്ടും അതുപോലെ ആയുധങ്ങളുമുള്ള ഒരു ഓർഗനൈസേഷനാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത്. അതുപോലെ തീവ്രമാണത്. ഇപ്പൊ നമുക്കറിയാം, ഇതിന്റെ തീവ്രത നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹമാസിന്റെ കാര്യം എടുക്കാം. ഹമാസ് ഇപ്പോൾ തന്നെ ഏകദേശം 100-ഓളം ബന്ദികൾ ഹമാസിന്റെ കൈകളിൽ ഇരിപ്പുണ്ട്. ഇസ്രായേല് അവിടെ 10-8-ഓളം കെട്ടിടങ്ങൾ നശിപ്പിച്ചു. ഏകദേശം 2.2 മില്യൺ ആളുകളുള്ളതിൽ ഭൂരിഭാഗവും അവരെല്ലാം അഭയാർത്ഥികളായി കഴിഞ്ഞു. ഇത്രയും ചെയ്തിട്ടും മിലിറ്ററി അവിടെ കയറി ഇറങ്ങി നിരങ്ങുകയാണ്. ഇത്രയും ചെയ്തിട്ടും ഈ ബന്ദികൾ എവിടെയാണെന്നോ രക്ഷിക്കാനോ കഴിയുന്നത് എന്ന് വെച്ചാൽ അത്ര ഡീപ്പായി കഴിഞ്ഞു. തീവ്രവാദ ഗ്രൂപ്പുകൾ അത്ര ഡീപ്പായി കഴിഞ്ഞു, അവരത്ര ശക്തരായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ചുറ്റുവട്ടത്ത് ഹിസ്ബുള്ള, നമുക്കറിയാം ചൈന
ഇതിന് ഈ ഇന്റർമീഡിയറ്റ് ചർച്ചകൾ നടത്താൻ വേണ്ടിയിട്ട് 14ഓളം തീവ്രവാദ ഗ്രൂപ്പുകളെ സംഘടിപ്പിച്ചു. 14ഓളം തീവ്രവാദ ഗ്രൂപ്പുകൾ നോക്കുക. അപ്പം എത്രത്തോളം തീവ്രമാണ് അവിടുത്തെ അവസ്ഥ. ഇസ്രായേലിന് ചുറ്റും എൻസർക്കിൾ ചെയ്തേക്കുവാണ് തീവ്രവാദ ഗ്രൂപ്പുകൾ മുഴുവൻ. അതിൻ്റെ ഉള്ളിലെ ഒരു ഗ്രൂപ്പ് ഹിസ്ബുള്ള ഇത്രത്തോളം തീവ്രമാണ്. ഇത്രയും നാളുകളായിട്ട് ഗാസയിൽ ഹമാസിനെ അവർക്ക് കൺട്രോൾ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. ആ സമയത്താണ് ഇതിലും ഒരുപാട് ശക്തമായ ഹിസ്ബുള്ള അപ്പുറത്ത് ഇതുപോലെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ഹിസ്ബുള്ളയെ ആക്രമിച്ച് ഇല്ലാതാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ആ ടെറൈൻ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ അത് ഡിവാസ്റ്റേറ്റഡ് ആണ്, ഇസ്രായേലിന് ത്രട്ടല്ല. പിന്നെ ഇറാനെ നമുക്ക് മാറ്റി നിർത്താം. അത് കഴിഞ്ഞിട്ട് ഇറാഖ് ഡിവാസ്റ്റേറ്റഡ് ആണ്, അവിടുന്ന് വലിയ ത്രട്ടുകളില്ല. സിറിയ ഡിവാസ്റ്റേറ്റഡ് ആണ്. അതുപോലെ തന്നെ ജോർദാൻ ഇസ്രായേലുമായിട്ട് അനുകൂലമാണ്. ജോർദാനാണ് ഇറാനിൽ നിന്ന് ആക്രമണം വന്നപ്പോൾ ജോർദാനിൽ അവിടുന്ന് പ്രതിരോധിക്കുന്ന അവസരമുണ്ടായിരുന്നു. അതുപോലെ തുർക്കി നാറ്റോ രാജ്യമാണ്, അതും പ്രശ്നമില്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എബ്രഹാം അക്കോർഡ് വെച്ച് ഇപ്പുറത്തെ അറേബ്യൻ രാജ്യങ്ങളെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന രാജ്യങ്ങളല്ല. അതുപോലെ തന്നെ ഈജിപ്തിലേക്ക് വരികയാണെങ്കിൽ ഈജിപ്തിന്റെ എക്കണോമി ഡൗൺ ആണ്, അതിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ യൂണിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഈജിപ്ത് ഇസ്രായേലുമായിട്ട് കോപ്പറേഷനിൽ പോകുന്ന ഒരു രാജ്യം തന്നെയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇസ്രായേലിന്റെ ത്രെട്ട് എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ മാത്രമല്ല, ഇറാൻ വളർത്തുന്ന പ്രോക്സികളാണ് അതിലും വലിയ ത്രെട്ട്. ഈ പ്രോക്സികളെ കടന്നു വേണം ഇറാനിലേക്ക് എത്താൻ. ഇസ്രായേലിന് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ അമർച്ച ചെയ്യുകയും അതോടൊപ്പം ഇറാനെ ഒതുക്കുക എന്നുള്ളതും അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ ടെറൈനിൽ ഇനി ഇസ്രായേലിന് പ്രതിബദ്ധമായി നിൽക്കുന്ന ഒരേ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ ഇസ്രായേൽ ആക്രമിക്കുക, തീർക്കുക എന്നുള്ളത് ഇന്നല്ലെങ്കിൽ എന്ന് എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അത് കറക്റ്റാണ്. അതിന്റെ ഒരു പോയിന്റ്, നമ്മൾ ഈ ഹിസ്ബുള്ളയുടെ ഒരു ആവിർഭാവം, അവരുടെ ഒരു പ്രവർത്തന ശൈലി നമ്മളത് ഡീപ്പായിട്ടൊന്ന് പഠിച്ചു കഴിയുമ്പോഴാണ് എത്രത്തോളം ടാക്ടിക്കലായിട്ടാണ് ഇവര് ആ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ട നടപ്പാക്കാൻ ശ്രമിച്ചത്. ഒന്ന്, ആ പ്രദേശത്തെ ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് നയിക്കുന്നു. അതായത് ഒരു സംഘടനയെ സംബന്ധിച്ചിടത്തോളം, തീവ്രവാദ സംഘടനയായിക്കോട്ടെ, നോർമൽ സെക്യുലർ സംഘടനയായിക്കോട്ടെ, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്. ഈ ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്കറിയാം, സാധാരണ ഒരു ഗവൺമെന്റ് ചെയ്യുന്ന ഒരു വേസ്റ്റ് കളക്ഷൻ മുതൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവർ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഹിസ്ബുള്ളയുടെ പല മീറ്റിങ്ങുകളിൽ, നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ ഒരു മീറ്റിംഗിൽ കണ്ടതുപോലെ വലിയ രീതിയിലുള്ള ജന പിന്തുണയാണ് നമ്മൾ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ മീറ്റിംഗിലൊക്കെ കാണാറില്ല. ഈ പിള്ളേരെയൊക്കെ തോളത്തെടുത്തിട്ട് ഇവര് മുദ്രാവാക്യം സമാനമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഹിസ്ബുള്ളയ്ക്ക് അവിടെ പിന്തുണയാണ് ലഭിച്ചുകൊണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ അത്തരത്തിലുള്ള പിന്തുണ ലഭിക്കുന്നത്? ജനങ്ങളുടെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ അവർ ഇടപെടുന്നു. എന്നാൽ മറു സൈഡിൽ എന്താണ് അവർ ചെയ്യുന്നത്? അതിനെ മുതലാക്കിക്കൊണ്ട് ഈ പറയുന്ന അവരുടെ തീവ്രവാദപരമായിട്ടുള്ള അജണ്ട, അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഇറാനിൽ നടത്തിയ പോലെ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ ലെബനനിൽ നടത്തി അതിനൊരു ഇസ്ലാമിക് രാജ്യമാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്നൊരു കാര്യത്തിൽ യാതൊരു തർക്കമില്ല. നമുക്കറിയാം, നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയാറുണ്ട്, മീഡിയയിലൂടെ അല്ലെങ്കിൽ നടക്കുന്ന ചില അധിനിവേശ സ്വഭാവങ്ങൾ. ഈ ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ, ഈ ഹിസ്ബുള്ള ഈ മീഡിയയുടെ അനന്ത സാധ്യത തിരിച്ചറിഞ്ഞ് അവർക്ക് സ്വന്തമായിട്ടൊരു TV സ്റ്റേഷനുണ്ട്. അത് പറയുന്ന അൽ മനാർ TV എന്നാണ് പറയുന്നത്, ലൈറ്റ് ഹൗസ് എന്നാണ് പറയുന്നത്. അതിലൂടെ സ്ഥിരം അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഈ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും ഇറാഖിലും ഒക്കെ സൂയിസൈഡ് അറ്റാക്സ് നടത്താൻ പ്രേരണ നൽകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ നൽകുന്നത്. സ്വന്തമായിട്ട് റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, അതിന് അൽ നൂർ എന്നാണ് പറയുന്നത്, ദ ലൈറ്റ് എന്ന് പറയുന്നത്. അത് അവർക്ക് 1991 തന്നെ ഇറാന്റെ ഫണ്ടിങ്ങോട് കൂടി തന്നെ ആരംഭിച്ചതാണിത്. ഇനി ഈ പറയുന്ന ദൃശ്യമാധ്യമങ്ങളുടെ വരവിന് മുമ്പ് തന്നെ ഇവർ അച്ചടി മാധ്യമത്തിലേക്ക് കടന്നിരുന്നു. അൽ അഹദ് എന്ന് പറയുന്ന ഒരു വീക്ക്ലി പബ്ലിക്കേഷൻ ഹിസ്ബുള്ളയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ വളരെ ടാക്ടിക്കലായിട്ട് ഒരു മീഡിയ സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ട്, ഇനി അതിനുശേഷം അവർ പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് കയറുന്നു. അവിടെ ഒരു സ്വാധീന ശക്തിയായിട്ട് മാറുന്ന ഒരു കാഴ്ച. നമ്മളിതൊക്കെ പറയുമ്പോൾ ചിലർക്കെങ്കിലും ചിലതിനോട് ഈ നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളോട് ഒരു സമാനത തോന്നിക്കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല, അല്ലേ ജോജി? ഇല്ല, ഇത് കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിലെ പലപ്പോഴും പല സംഭവവാസങ്ങളും നമ്മൾ എടുത്ത് വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പല പല സംഘടനകൾക്ക് ഇതേ സ്വഭാവമുണ്ട്. പക്ഷെ അവയെല്ലാം മറഞ്ഞിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു രീതിയിലുള്ള നമ്മുടെ എന്താ പറയുക, ഒരു റാഡിക്കലൈസേഷൻ വളരെ ശക്തമായി ഉണ്ടാകുകയാണെങ്കിൽ പല പല സംഘടനകൾക്കും ഇതേ രീതിയിലുള്ള സമാനമായ സ്വഭാവം ഉണ്ടാകാനുള്ള വളരെ വളരെ സാധ്യതയുണ്ട്. അത് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. ഈ പല സംഘടനകളിൽ നിന്ന് ഇപ്പോൾ നിരോധിക്കപ്പെട്ടെങ്കിൽ പോലും അവരുടെ അണികൾ അതിശക്തമായിട്ട് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളിൽ, പ്രബലങ്ങളായ രാഷ്ട്രീയ പാർട്ടികളിൽ അവരുടെ പിടിമുറുക്കി കഴിഞ്ഞു. പലപ്പോഴും നമ്മൾ കാണുന്ന പല പല അജണ്ടകളും അത്ര മൃദുലമായ സ്വഭാവം, നിഷ്കള സ്വഭാവമോ അല്ല, മറിച്ച് മനസ്സിലാക്കണം അവയ്ക്കെല്ലാം അതിന് ശക്തമായ റൂട്ടുണ്ട്. അപ്പൊ ഈ റൂട്ടെല്ലാം പോകുന്നത് കാരണം വെച്ചാൽ ഇവിടുത്തെ കേരളത്തിലെ ഡെമോഗ്രഫി,
അവർക്ക് അനുകൂലമായ രീതിയിൽ ശക്തമായി വളരുന്നുണ്ട്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികളെല്ലാം വളരെ വളരെ വീക്കാണ് ശരിക്ക്. അതുപോലെ ഇതുപോലുള്ള ഐഡിയോളജികളുള്ള മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളില്ല. അത് കാരണം തന്നെ ശരിക്കും ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി വരുന്നുണ്ട്. ഞാൻ പറയാണ്, ഇവർക്ക് വല്ലാതെ ഫണ്ടിങ് ഉണ്ടാകുന്നുണ്ട്. ഈ ഫണ്ടിങ്ങിനൊന്നും ഫലപ്രദമായി നമ്മൾ തടയുന്നില്ല എങ്കിൽ ഈ രീതിയിലുള്ള ഞാൻ പറയും, ഒരിക്കലും കേരളത്തെ പോലുള്ള ഒരു പ്രബുദ്ധരായ ആ ഒരു ജനത ഉള്ളപ്പോൾ അവരുടെ ലക്ഷ്യം ഒരിക്കലും ഒരു സായുധ ആക്രമണം ആയിരിക്കില്ല, മറിച്ച് ആശയങ്ങൾ കൊണ്ട് പോരടിച്ച് അവർ മെല്ലെ മെല്ലെ അവരുടെ പൊളിറ്റിക്കലായിട്ടുള്ള ആ ഗ്രിപ്പ് വർദ്ധിപ്പിച്ച് മെല്ലെ അവർ ഭരണസ്ഥിരാകേന്ദ്രത്തിൽ കയറി പറ്റിയാൽ പിന്നെ നമ്മുടെ ഈ ദേശത്തെ എങ്ങനെ അവരുടെ ഐഡിയകൾക്കനുസരിച്ച് കൊണ്ടുപോകണം അവർക്ക് വളരെ വളരെ വ്യക്തതയുണ്ട്. അത് കാരണം തന്നെയാണ് ഇവിടുത്തെ ഗവൺമെന്റും അതുപോലെ സെൻട്രൽ ഗവൺമെന്റും ഒക്കെ വളരെ സൂക്ഷ്മതാപൂർവ്വം മുന്നോട്ട് പോകേണ്ട വലിയ ആവശ്യകത. ഇതാണ് പലപ്പോഴും ഞാൻ പറയുകയാണ്, പലപ്പോഴും ഈ ക്രൈസ്തവ ഹൈന്ദവ ചില സംഘടനകളൊക്കെ ഈ രീതിയിലുള്ള ചില വാണിങ്ങൾ കൊടുക്കാനുള്ള കാരണം എന്താണെന്നറിയാമോ? കാരണം അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നല്ല നല്ല ധാരണയുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് യൂറോപ്പിൽ സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് മറ്റു രാഷ്ട്രങ്ങൾ, ലെബനൻ പോലുള്ള രാഷ്ട്രങ്ങൾ സംഭവിച്ചത്. അപ്പോൾ അതിന് സമാനമായ ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ അവർ വിളിച്ചു പറയുന്നു, നമ്മൾ ശ്രദ്ധിക്കണം, ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾക്ക് വലിയ വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അവരെ നമ്മൾ വർഗീയവാദികളാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ആ സമൂഹത്തിൽ നടമാടുന്ന ചില സത്യങ്ങളെ കുറിച്ചാണ് അവർ വിളിച്ചു പറയുന്നത്. ഒപ്പം മറ്റൊരു കാര്യമുണ്ട് റോബിൻ, ഇവരുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ പുറത്തുവിട്ട ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രകാരം $1 ബില്യൺ ആണ് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ ബഡ്ജറ്റ്. അതായത് ജോജി സൂചിപ്പിച്ചു, ഇവരുടെ ഫണ്ടിങ്ങിനെ കുറിച്ച് കൂടി ഒന്ന് സൂചിപ്പിക്കുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. ഇവരുടെ മെയിൻ ഫണ്ടിങ് എന്ന് പറയുന്നത് ഡ്രഗ്സ് ആണ്. നമ്മൾ ഈ ഗോൾഡൻ ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്ന ആ ഒരു മേഖലയിൽ കൂടിയുള്ള ഡ്രഗ്സിന്റെ ഒരു കടത്ത്, ഒപ്പം തന്നെ സ്വർണ്ണക്കടത്ത്, ഈ കള്ളക്കടത്ത് പോലുള്ള കാര്യങ്ങളിലൂടെ ഇവർക്ക് ഫണ്ടിങ് ലഭിക്കുന്നു. ഒപ്പം തന്നെ ഇറാൻ അവരുടെ ഓയിൽ വിറ്റിട്ട് ഈ പറയുന്ന ആ ഫണ്ടിങ്ങും കാര്യങ്ങളും അതിലൂടെ കിട്ടുന്ന ലാഭമൊക്കെ പോകുന്നത് ഹിസ്ബുള്ളയുടെ കൈകളിലേക്കാണ് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്, ഇവരുടെ മെയിൻ വേറൊരു ഫണ്ടിങ് സോഴ്സ് എന്ന് പറയുന്നത് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവർ നടത്തുന്ന ചില ചാരിറ്റി ക്യാമ്പയിൻസ്, അത് വളരെ ഒരു പ്രധാനപ്പെട്ട ഫണ്ടിങ് സോഴ്സ് ആണ്. ഒപ്പം ഈ ഇറാന്റെ വലിയ രീതിയിലുള്ള പിന്തുണ, ഒപ്പം തന്നെ ഇവരോട് അനുഭവം പുലർത്തുന്ന വലിയ വലിയ ബിസിനസ് പേഴ്സൺസ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഇവർക്ക് ഈ ലെബനനിൽ ഉടനീളം ചില ഈ പറയുന്ന പാരലൽ എക്കണോമി എന്നൊക്കെ പറയുന്ന സൂപ്പർ മാർക്കറ്റുകളുടെയും അത്തരത്തിലുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയും ഒക്കെ വലിയ രീതിയിലുള്ള ശൃംഖലയുണ്ട്. ഒരു കാലഘട്ടത്തിൽ അവിടെ ബിസിനസ് മേഖലയിൽ ക്രൈസ്തവർക്ക് വലിയൊരു സ്വാധീന ശക്തി ഉണ്ടായിരുന്നു. പക്ഷേ ഈ ആഭ്യന്തര യുദ്ധ കാലയളവിലൊക്കെ ആ ബിസിനസ് മേഖലയിലേക്ക് ഒരു അധിനിവേശം സംഭവിക്കുന്നു, അവരവിടെ ഇല്ലാതാകുന്നു. ആ ബിസിനസ്സിലൂടെ ഇവർക്ക് ലഭിക്കുന്ന ഒരു ഫണ്ടിങ്. അപ്പോൾ നമ്മൾ പലപ്പോഴും പല ഘട്ടത്തിലും ചൂണ്ടിക്കാണിച്ചിട്ടുള്ള പല അധിനിവേശ ശ്രമങ്ങളും എങ്ങനെ ഇവർ വിജയം കണ്ടു, അതിലൂടെ ഇവരുടെ എങ്ങനെ അജണ്ട നടപ്പിലാക്കി എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയല്ലേ ഈ ലെബനോനിൽ ഈ പറയുന്ന ഹിസ്ബുള്ള നടത്തുന്ന കാര്യങ്ങൾ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും ഭീകരമായ വസ്തുത എന്ന് പറയുന്നത്, നേരത്തെ ഷിയ സുന്നി ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. ഇന്ന് ലെബനോനിൽ അത് ഇല്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഹിസ്ബുള്ള, ഇപ്പം നമുക്കറിയാം ഹമാസ് അതൊരു സുന്നി വിഭാഗത്തിൽപ്പെട്ടതായിരുന്നു. അതുമായിട്ട് ഈ ഷിയ വിഭാഗത്തിൽപ്പെട്ട ഹിസ്ബുള്ള കണക്ട് ചെയ്യില്ല എന്ന് ഇസ്രായേൽ വിചാരിച്ചു. പക്ഷേ നേരെ ഓപ്പോസിറ്റ് സംഭവിച്ചു. അതുപോലെ തന്നെ ഹിസ്ബുള്ളയ്ക്കും വ്യാപകമായ തോതിൽ ഫണ്ടിങ് ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, എണ്ണ സമ്പന്നമായ ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അവർക്ക് വളരെ വലിയ ഫണ്ടിങ്, ഒരേ സമയം തീവ്രവാദത്തെ എതിർക്കുകയും അതേസമയം ബാക്ക്ഡോറിൽ കൂടി തീവ്രവാദത്തിന് ഫണ്ട് ചെയ്യുകയും ചെയ്യുന്ന വലിയ ഒരു ലോബി അറേബ്യൻ രാജ്യങ്ങളിൽ ഉണ്ട് എന്നുള്ളത് വളരെ വലിയൊരു വസ്തുതയാണ്. ഇറാൻ മതി, ഇപ്പൊ ഈ ഇറാൻ ഷിയ രാജ്യമാണ്, സുന്നി രാജ്യങ്ങളുമായിട്ട് എതിർപ്പാണ് എന്ന് പറയുമ്പോൾ പോലും സൗദി അടക്കമുള്ള രാജ്യങ്ങളിൽ വ്യാപകമായ ബിസിനസ് ഇവർക്കുണ്ട്. അത് ഗ്രൗണ്ട് റിപ്പോർട്ടാണ്. നമുക്ക് അവിടെ ഉള്ള ആളുകൾ പറഞ്ഞു തരുന്നതാണ്. അവിടെയുള്ള പല എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഈ ഇറാനിൽ നിന്നുള്ള ആളുകളാണ് എന്ന്. അപ്പോൾ അവരിൽ നിന്ന് വരുന്ന ഫണ്ടിങ്, പിന്നെ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ആ ടെക്നോളജിയുടെ ട്രാൻസ്ഫർ എത്രത്തോളം നടന്നിട്ടുണ്ട് എന്ന് പലപ്പോഴും ഹിസ്ബുള്ളയ്ക്കും യമനിലെ ഹൂത്തികൾക്കും അടക്കം ഈ ടെക്നോളജി ട്രാൻസ്ഫർ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം അവർ സ്വന്തമായിട്ട് പല ആയുധങ്ങളും നിർമ്മിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം ഈ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് ഹൈപ്പർസോണിക് മിസൈൽ, അവരാണ് അവകാശപ്പെട്ട ഹൈപ്പർസോണിക് മിസൈൽ ഇവിടെ എന്ന് വെച്ചാൽ 2025 കിലോമീറ്റർ ദൂരത്തോളം സഞ്ചരിച്ച് റെഡ് സീയിൽ കൂടി സഞ്ചരിച്ച് ഇസ്രായേലിൽ വന്ന് വീണ മിസൈല്. അപ്പോൾ അതിന് പലപ്പോഴും ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ നടന്നത് അവർ പറഞ്ഞ് അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന്. പലപ്പോഴും ചില റിപ്പോർട്ടുകൾ പറയുന്നത് അവർ കമ്പോണൻസ് ഇറക്കുമതി ചെയ്തിട്ട് അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ്. പക്ഷേ ഇതുപോലെ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ, കാരണം ഇറാന് ബ്രേക്ക് ചെയ്തു പോയാൽ, ഈ കണക്ഷൻ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവർക്ക് സർവൈവ് ചെയ്യാനുള്ള ഫെസിലിറ്റികൾ ഈ ടെക്നോളജിക്കൽ ട്രാൻസ്ഫർ വഴി കൊടുത്തിട്ടുണ്ടോ എന്ന് പലപ്പോഴും സംശയിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തീവ്രവാദ ഗ്രൂപ്പുകൾ വളരെ ഭീകരമായ തോതിൽ വളർന്നുകൊണ്ടിരിക്കുന്നു. അവർ ഒരുപക്ഷെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ, നാളെ ഒരു പക്ഷേ ഇസ്രായേൽ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തകർക്കാൻ പറ്റാത്ത രീതിയിലേക്ക്
ദിശയിലേക്ക് ഇവരുടെ രീതികളും ഇവരുടെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു വസ്തുത കൂടിയുണ്ട്. ഓക്കെ, അതിന്റെ ആയുധങ്ങളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇന്നലെ മിനിങ്ങാന്നോ ഇസ്രായേൽ പ്രതിരോധ സേന ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. അതായത് ഒക്ടോബർ 8 തീയതി മുതൽ ഈ സെപ്റ്റംബർ 22 തീയതി വരെ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് അയച്ച റോക്കറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 8800ഓളം റോക്കറ്റുകളാണ്. 8800ഓളം റോക്കറ്റുകൾ. അതിൽ 325 പേർക്ക് പരിക്കേറ്റു, 48ഓളം കാഷ്വാലിറ്റീസ് ഉണ്ടായി. ഒപ്പം തന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, ഈ 63,500ഓളം പേരെ ആ മേഖലയിൽ നിന്ന് ഇസ്രായേലിനെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. ഇതിനകത്ത് മറ്റൊരു വസ്തുത ഇസ്രായേൽ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഈ ഒക്ടോബർ 7 തീയതി ഈ ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് നടത്തിയ ഓപ്പറേഷന്റെ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത് ഹിസ്ബുള്ള നോർത്തേൺ ഇസ്രായേലിലേക്ക് നടത്താനിരുന്ന ആക്രമണത്തിന്റെ ഒരു കാർബൺ കോപ്പിയാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയെ ഏത് വിധേനയും അവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലാസ്റ്റ് കൺക്ലൂഷൻ പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ ഹിസ്ബുള്ളയുടെ കാര്യം ചർച്ച ചെയ്തു. അവരെങ്ങനെ തന്ത്രപരമായി പല സ്വാധീനം അല്ലെങ്കിൽ പല മേഖലകൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു രാഷ്ട്രത്തിലേക്ക് നുഴഞ്ഞു കയറി അവിടെ ഒരു സ്വാധീന ശക്തിയായി അവിടെ ക്രൈസ്തവരെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ക്രൈസ്തവർക്ക് പറ്റിയ ചില പാളിച്ചകൾ കൂടി ലാസ്റ്റ് ഘട്ടത്തിലൊന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നു. നമുക്കറിയാം, ഈ ആഭ്യന്തര യുദ്ധകാലത്ത് നമ്മൾ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഈ ക്രൈസ്തവർക്ക് ഇടയിലുള്ള ഒരു ഐക്യമില്ലായ്മ. സമാനമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെയും സംഭവിച്ചത്. ഈ മരോനൈറ്റ് ക്രൈസ്തവർ ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഗ്രീക്ക് ക്രൈസ്തവർ മറ്റൊരു ഭാഗത്തു നിന്നും ആ തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. പിന്നെ ഈ ലെബനോനിലെ ഒരു ആഭ്യന്തര അവസ്ഥ കണ്ട് നിരവധി ക്രൈസ്തവരാണ് ഈ പലായനം ചെയ്യേണ്ടി വന്നത്. ഒരു കുടിയേറ്റം വലിയ രീതിയിൽ നടന്നു. പോയവരാരും പിന്നെ തിരിച്ചു വന്നില്ല. അതിന്റെ ഫലമായിട്ട് ആ ലെബനോൻ എന്ന രാജ്യത്തെ ക്രൈസ്തവ ജനസംഖ്യ വളരെ വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നു. പിന്നെ ആ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു അഴിമതി, സ്വജന പക്ഷപാതം, നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത ഒരു അവസ്ഥ, അത് പലപ്പോഴും ബാധിച്ചത് നമുക്കറിയാം നമ്മുടെ ഈ കാലഘട്ടത്തിലും ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്നത് കേരളത്തിലാണെങ്കിൽ തന്നെയും ഭൂരിഭാഗം ക്രൈസ്തവർ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ മിഡിൽ ക്ലാസ്സിനെയാണ് അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. അവർക്ക് നിൽക്കക്കളിയില്ലാതെ വന്നപ്പോൾ വളർന്നു വന്ന ലെബനോനിലെ ഈ ക്രൈസ്തവ യുവജനങ്ങള് രാജ്യം വിട്ടു പോകുന്നു. ഇവിടെ സ്വന്തം രാജ്യത്ത് ഉള്ളവര് പ്രായം ചെന്നവരും അത്തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവിടെ ജോർജി, നമ്മളിപ്പം വളരെ നമ്മൾ വ്യക്തമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, കേരളത്തിലുള്ള ഗവൺമെന്റുകൾ അതിപ്പം സ്വാധീനം കാരണമാണോ അല്ലേ നമുക്കറിയില്ല, പലപ്പോഴും അവരുടെ പോളിസികൾ പലപ്പോഴും ഇവിടുത്തെ ഈ ക്രൈസ്തവ മിഡിൽ ക്ലാസ് ആ ഒരു ഫാമിലികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ യൂത്തിന് എതിരാണ് ശരിക്കും. അപ്പൊ അവരിവിടെ സർവൈവ് ചെയ്യാൻ വല്ലാതെ കഷ്ടപ്പെടുകയാണ്. കാരണം വെച്ചാൽ അവർക്ക് പഠിച്ച് നല്ല ജോലി കിട്ടുന്നില്ല, അതുപോലെ മറ്റുള്ള നല്ല തൊഴിൽപരമായ സാധ്യതകളില്ല, അതുപോലെ അവർക്ക് ഒരിടത്തും വലിയ റിസർവേഷൻ ഒന്നുമില്ല. അങ്ങനെ അവർക്കൊരു തികച്ചും പ്രതികൂലമായിട്ടുള്ള ഒരു സാമൂഹിക വിദ്യാഭ്യാസ ആ രീതിയിലുള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനങ്ങളാണ് പലപ്പോഴും നമ്മുടെ ഈ കേരളത്തിൽ എന്നാ പറയുക ഇപ്പോൾ ഉള്ളത്. ഇത് തന്നെ ഈ ലെബനിലൊക്കെ സംഭവിച്ച പോലെ അത്രമാത്രം രൂക്ഷമായ ഒരു കലാപമൊന്നും ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള പല പല രീതിയിലുള്ള സംഭവവികാസങ്ങളും ഇവിടുത്തെ യുവജനങ്ങളെ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ നിർബന്ധിതരാക്കുന്നുണ്ട്. നമ്മളവരെ പലപ്പോഴും പറയുന്നത് നിങ്ങൾ പോകരുത് നിൽക്കാൻ, പക്ഷെ നിൽക്കാൻ പറയുമ്പോൾ ഇവർ അവർക്ക് പ്രതീക്ഷിക്കാനുള്ള എന്തുകളെന്ന് കാണണ്ടേ. പിന്നെ അത് തന്നെയല്ല, അവർക്ക് പലപ്പോഴും അവരുടെ മനസ്സിൽ പല രീതിയിലുള്ള ഒരു എന്നാ പറയുക ഈ അരാജകത്വത്തിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ ഒരു ഭീതിയുണ്ട്. ഈ രീതിയിലുള്ള ആ ഒരു ഡെമോഗ്രാഫിക് ചേഞ്ച് വരുമ്പോൾ ഞങ്ങളുടെ സർവൈവൽ എപ്രകാരമാവും, ഞങ്ങളുടെ ഭാവി എപ്രകാരമാവും, ഇവിടെ നിന്നാൽ ഞങ്ങൾക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുമോ, നല്ല നല്ല ജോലി സാധ്യതകളുണ്ടോ, ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടോ, ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രിഫറൻസ്, ഇതൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ മൈഗ്രേഷൻ ഒരു വലിയ കാരണമാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ ഡെമോഗ്രഫിക്ക് വല്ലാതെ മാറ്റം ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് കിടന്ന് വല്ലാതെ കരഞ്ഞിട്ട് കാര്യമില്ല. അതിനുള്ള നമ്മൾ ഈ റൂട്ടിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. എന്താണ് ഇത്തരത്തിലുള്ള ഒരു അവസ്ഥകൾ സംജാതമാകുന്നുണ്ട്, അവിടെയാണ് നമ്മൾ ശ്രദ്ധ ചെലുത്തുകയും നമ്മൾ തിരുത്തൽ വരുത്താൻ വേണ്ടി നമ്മൾ ഗവൺമെന്റ് എടുത്ത് നമ്മൾ പ്രഷർ ചെയ്യുകയും ചെയ്യേണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ ലാസ്റ്റ് പറയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഹിസ്ബുള്ള എന്ന ഒരു സംഘടന, ഒപ്പം തന്നെ അവർ ഉയർത്തിയ വെല്ലുവിളികൾ കേരളത്തിന് അല്ലെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് വലിയൊരു പാഠം തന്നെയാണ്. ഒരു പോയിന്റ് കൂടി ജസ്റ്റ് ഒന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഹിസ്ബുള്ള എന്ന സംഘടനയുടെ ഒരു സ്ട്രക്ചർ കൂടി ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അത് പറയുമ്പോൾ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് അവരുടെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹസൻ നസ്രുള്ളയാണ് ഇവരുടെ ടോപ്പ് ലീഡർ. അതിന്റെ സെക്കൻഡ് ലീഡർഷിപ്പിനെയൊക്കെ ഇസ്രായേൽ ഏകദേശം തീർത്തു കഴിഞ്ഞു കഴിഞ്ഞ ദിവസം കൊന്ന ഇബ്രാഹിം അക്കീൽ ഉൾപ്പെടെയുള്ള നേതാക്കളെ. അപ്പോൾ ഈ ഹസൻ നസ്രുള്ളയുടെ നേതൃത്വത്തിൽ ഒരു 7 മെമ്പർ ഷുറ കൗൺസിൽ ഉണ്ട്. അവർക്ക് 5 സബ് കൗൺസിൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതൊന്ന് പൊളിറ്റിക്കൽ അസംബ്ലി, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ജിഹാദ് അസംബ്ലി, ഈ മിലിറ്ററി പരമായിട്ടുള്ള കാര്യങ്ങൾ, ഒപ്പം തന്നെ പാർലമെന്ററി അസംബ്ലി, ഭരണപരമായിട്ടുള്ള എക്സിക്യൂട്ടീവ് അസംബ്ലി, ദൈനംദിന കാര്യങ്ങൾ നോക്കുന്നു. ഒപ്പം ജുഡീഷ്യൽ അസംബ്ലി, ജുഡീഷ്യൽ, എക്സിക്യൂട്ടീവ്, പൊളിറ്റിക്കൽ, മിലിറ്ററി, എല്ലാത്തിലേക്കും ഒരു സ്വാധീനം ചെലുത്തുവാൻ, കൈകടത്തുവാൻ, അങ്ങനെ ആ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുവാൻ സാധിച്ചു എന്നത് നമുക്ക് തർക്കമില്ലാതെ പറയാൻ. ആ കൂടെ ചിലപ്പോൾ നമുക്ക് മിലിറ്ററിയുടെ ഒരു കാര്യം കൂടി എടുത്തു പറയണ്ടേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹൈലി ട്രെയിൻഡ് ആണ്, ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള മിലിറ്ററിയാണ്. അതുപോലെ
ഗൊറില്ല വാർഫെയർ അവർ വളരെ ശക്തമാണ്. ഗൊറില്ല വാർഫെയർ എന്ന് വെച്ചാൽ 2006 മുതൽ ഇവർ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ വാറിലേക്ക്. നമ്മൾ അങ്ങനെയാണ് ശരിക്കും ഇതിനെ വിലയിരുത്തല്. 2006 മുതൽ ഉള്ള പ്രിപ്പറേഷന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു യുദ്ധത്തിലേക്ക് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. ഇത് കൂടാതെയാണ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലുമുള്ള മിലിറ്റൻസ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. അത് കൂടാതെയാണ് ഇവർക്ക് ഈ ബാക്കപ്പ് ആയിട്ട്, ശരിക്കും ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഹിസ്ബുള്ള. ഇവർക്ക് ബാക്കപ്പ് ആയിട്ട് ഒരുപാട് തീവ്രവാദ ഗ്രൂപ്പുകൾ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാനും കണക്ഷനും എല്ലാത്തിനുമായിട്ട് നിൽക്കുന്നു എന്നുള്ളതും ഇവരെ വളരെ വലിയൊരു ഭീകര സംഘടനയാക്കി മാറ്റുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ്. ഇവര് പുറത്തേക്ക് ഭീകരരെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറിയൻ ആഭ്യന്തര കലാപത്തിന്റെ സമയത്ത് ഇവരുടെ ഫൈറ്റേഴ്സ് അങ്ങോട്ട് പോയിരുന്നു. ഇവര് ഇപ്പോൾ യുദ്ധം തുടങ്ങുവാണെങ്കിൽ ശരിക്കും IS അടക്കമുള്ള അന്ന് അവിടെ ഫൈറ്റ് ചെയ്ത തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം അവരുടെ ആളുകളെല്ലാം ഇങ്ങോട്ട് എത്തിച്ചേരാനുള്ള സാധ്യതകളും കൂടി ഉണ്ട് എന്നുള്ളതാണ് ഈ യുദ്ധത്തെ ഒരു വളരെ ഭീകരമാക്കി മാറ്റുന്നത്. ഈ ഹിസ്ബുള്ള എന്ന പാർട്ടിയുടെ ഒരു അർത്ഥം കൂടി ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. പാർട്ടി ഓഫ് അള്ള അല്ലെ, അങ്ങനെയാണ് പാർട്ടിയുടെ പേര്. ഷിയ ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയുടെ ഒരു മീനിങ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഈ പ്രോഗ്രാമിന്റെ ഒടുവിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു നിലപാട് ഇതാണ്: പൊളിറ്റിക്കൽ ഇസ്ലാമിനെ, അതിൻ്റെ അജണ്ടകളെ നഖശിഖാന്തം എതിർക്കുവാനുള്ള ഒരു നട്ടെല്ല് ഇവിടുത്തെ ഭരണകൂടം കാണിക്കട്ടെ. അതിൻ്റെ ഗൂഢ തന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള വിവേകം ഇവിടുത്തെ പൊതുസമൂഹവും മാധ്യമങ്ങളും പുലർത്തട്ടെ എന്ന വ്യക്തമായിട്ടുള്ള നിലപാട് അറിയിച്ചുകൊണ്ട്, പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി വീണ്ടും ഞങ്ങൾ വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.